വീഡിയോയിൽ സ്ട്രക്ചേർഡ് ഡിസൈൻ എന്നൊരു ടോപ്പിക്കാണ് അവതരിപ്പിക്കുന്നത്. സ്ട്രക്ചേർഡ് അനാലിസിസിന് ശേഷമാണ് വരുന്നത്. സ്ട്രക്ചേർഡ് അനാലിസിസിൻ്റെ റിസൾട്ട് ഒരു DFTയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഡയഗ്രാം ആയിരിക്കും. ഇപ്പോൾ DFT പോലുള്ള ഡയഗ്രത്തെ അടുത്ത ലെവൽ, അതായത് സ്ട്രക്ചേർഡ് ഡിസൈൻ വഴി സ്ട്രക്ചേർഡ് ചാർട്ട് പോലുള്ള ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ചാർട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രക്ചേർഡ് ഡിസൈൻ ഉപയോഗിക്കുന്നത്. പ്രധാനമായും ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിനെ ഉണ്ടാക്കലാണ് സ്ട്രക്ചേർഡ് ഡിസൈൻ വഴി ചെയ്യുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ വേണ്ടി വരുന്ന എല്ലാ ഫങ്ഷൻസിനെയും എല്ലാ മൊഡ്യൂൾസിനെയും ആ മൊഡ്യൂൾസ് തമ്മിലുള്ള ബന്ധവും ആ മൊഡ്യൂൾസ് തമ്മിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്, ആ മൊഡ്യൂൾസിൻ്റെ ഹയറാർക്കി, ടോപ്പ് ലെവൽ ഹയറാർക്കി, ഒരു മൊഡ്യൂൾ ഏതൊരു അടുത്ത മൊഡ്യൂളിനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്, ഒരു മൊഡ്യൂൾ വേറെ ഒരു മൊഡ്യൂളിൽ നിന്നും എന്ത് ഡാറ്റയാണ് പാസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി ഒരു ചാർട്ട് വഴി അവതരിപ്പിക്കലാണ് സ്ട്രക്ചേർഡ് ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഒരു മൊഡ്യൂൾ സ്ട്രക്ചർ ആയിരിക്കും. കുറേ മൊഡ്യൂൾസ്, ആ മൊഡ്യൂൾസിൻ്റെ ഇൻട്രാക്ഷൻ, അത് തമ്മിലുള്ള ഫങ്ഷണാലിറ്റിയിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള മൊഡ്യൂൾസ് തമ്മിലുള്ള ബന്ധത്തെയാണ് സ്ട്രക്ചേർഡ് ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. DFT നേരത്തെ ഒരു ഡാറ്റ പാസ് ചെയ്യുന്നു. അപ്പോൾ ആ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ DFTയിൽ നോക്കുന്നതെങ്കിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡാറ്റ പാസ് ചെയ്യുന്നതും ഇൻവോക്ക് ചെയ്യുന്നതും, ഒരു മൊഡ്യൂൾ മറ്റൊരു മൊഡ്യൂളിന് ഇൻവോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കുറേ മൊഡ്യൂൾസ് കാണാവുന്നതാണ്. ഏറ്റവും ടോപ്പിൽ ജനറേറ്റ് പേറോൾ എന്നൊരു മൊഡ്യൂൾ കാണാവുന്നതാണ്. അതിന് താഴെ 3 മൊഡ്യൂൾസ് കാണാവുന്നതാണ്. ഗെറ്റ് പേറോൾ റെക്കോർഡ്, കാൽക്കുലേറ്റ് നെറ്റ് പേ, പ്രിന്റ് ചെക്ക് എന്നിങ്ങനെയുള്ള 3 മൊഡ്യൂൾസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ജനറേറ്റ് പേറോൾ എന്ന മൊഡ്യൂളാണ് ഈ 3 മൊഡ്യൂളിനെയും ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ അവിടെ പാസ് ചെയ്യുകയാണ്. അതാണ് ആദ്യത്തെ സിമ്പിൾ സ്ട്രക്ചേർഡ് ചാർട്ടിൽ ഉപയോഗിക്കുന്നത്. ഒരു മൊഡ്യൂൾ ഇൻവൊക്കേഷൻ ആരോ. ജനറേറ്റ് പേറോളും ഗെറ്റ് പേറോളും തമ്മിലുള്ള ഒരു ഏരോ അവിടെ കാണിച്ചിട്ടുണ്ട്. അതാണ് ചിത്രത്തിനകത്ത് ഏരോ കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ചില നൊട്ടേഷൻസിനകത്ത് അത് സിമ്പിളായിട്ട് ഏരോയും കാണിക്കാറുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്നത് ജനറേറ്റ് പേറോളാണ് ഗെറ്റ് പേറോൾ റെക്കോർഡിനെ ഇൻവൊക്കേഷൻ ചെയ്യുന്നത്. അതിനാണ് ഇൻവൊക്കേഷൻ ആരോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സിമ്പിൾ റെക്ടാങ്കുലർ ബോക്സ് ആണ്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജനറേറ്റ് പേറോൾ എന്നുള്ള റെക്ടാങ്കുലർ ബോക്സ് ആണ്. അതേപോലെ ഓരോ മൊഡ്യൂളും ഓരോ റെക്ടാങ്കുലർ ബോക്സ് ആണ്. അതാണ് രണ്ടാമത്തെ സിമ്പിൾ സ്ട്രക്ചേർഡ് ചാർട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിനകത്ത്, ഒരു സിസ്റ്റത്തിനകത്ത് എത്ര മൊഡ്യൂൾ ഉണ്ട് എന്ന് പെട്ടെന്ന് പറയാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് എത്ര മൊഡ്യൂൾ ഉണ്ട്? 11 മൊഡ്യൂൾസ് ആണുള്ളത്. നിങ്ങൾക്ക് എണ്ണി നോക്കാം. 11 മൊഡ്യൂൾസ് കൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേറ്റവും മുകളിൽ വരുന്ന ഹയറാർക്കിയാണ് ജനറേറ്റ് പേറോൾ. താഴെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഗെറ്റ് പേറോൾ മെത്തേഡ് റെക്കോർഡാണ് രണ്ടാമത്തെ ഹയറാർക്കിയിൽ വരുന്നത്. 3 മൊഡ്യൂൾസ് അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഗെറ്റ് പേറോൾ റെക്കോർഡാണ് അടുത്ത റീഡ് പേറോൾ
റെക്കോർഡ് അല്ലെങ്കിൽ വാലിഡേറ്റ് പേറോൾ റെക്കോർഡ് എന്നിങ്ങനെയുള്ള 2 മൊഡ്യൂളിനെ ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇൻവൊക്കേഷൻ വഴിയാണ് എല്ലാ മൊഡ്യൂൾസും വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ സിമ്പിൾ ഡാറ്റ ഫ്ലോ ആരോസ് ആണ്. അതൊരു ചെറിയ സിമ്പിൾ, സ്മോൾ ആരോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചെറിയൊരു ആരോ മാർക്ക്, ഒരു സർക്കിൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ആരോ മാർക്കിൻ്റെ ഒരു സൈഡ്, മറ്റേ സൈഡിൽ ഒരു ആരോ മാർക്കും. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ 2 സൈഡിൽ സർക്കിളും ആരോവുമായിട്ടുള്ള സിമ്പിളാണ് ഡാറ്റ ഫ്ലോ ആരോസ്. എന്ത് ഡാറ്റയാണ് ഒരു മൊഡ്യൂളും അടുത്ത മൊഡ്യൂളും തമ്മിൽ നടക്കുന്നത് എന്നാണ്, അതെങ്ങോട്ടാണ് നടക്കുന്നത് എന്നുകൂടി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുണ്ട്, ചിലപ്പോൾ ഒരു സൈഡ് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ അതാണ് ഡാറ്റ ഫ്ലോ ആരോസ്. പിന്നീട് വരുന്ന സിമ്പിൾ ലൈബ്രറി മൊഡ്യൂൾസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു റെക്റ്റാങ്കിൾ തന്നെ ഡബിൾ എഡ്ജ് അല്ലെങ്കിൽ 2 എഡ്ജായിട്ട് കാണിക്കാറുണ്ട്. ഒരു റെക്റ്റാങ്കിളിന് മുകളിലൂടെ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ പോലെ ഡബിൾ എഡ്ജാണ് കാണിക്കാറുള്ളത്. അതാണ് ലൈബ്രറി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചില മൊഡ്യൂളുകൾ കുറേയധികം മൊഡ്യൂൾസ് ഇൻവോക്ക് ചെയ്യുന്നുണ്ടാകും. അപ്പം അങ്ങനെ ഒരു മൊഡ്യൂളിനെ കുറേയധികം മൊഡ്യൂൾസ് ഇൻവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൊഡ്യൂളിനെ ലൈബ്രറി മൊഡ്യൂളായിട്ട് കണക്കാക്കും. ഇപ്പോൾ കൂടുതൽ ഇൻവോക്കേഷൻ വരുന്ന ഒന്നിനെയാണ് നമ്മൾ ലൈബ്രറി മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിനെ ഡബിൾ എഡ്ജ് വഴി കാണിക്കും. അടുത്തത് സെലക്ഷൻ ആണ്. സെലക്ഷൻ ഡയമണ്ട് സിമ്പിൾ വഴിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു മൊഡ്യൂൾ കുറേ മൊഡ്യൂൾസുമായിട്ട് കണക്ഷൻ വരുന്നു. അപ്പോൾ ആ കണ്ടീഷൻ, എന്ത് കണ്ടീഷൻ അവിടെ വേണ്ടി വരും, അതാണ് സെലക്ഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടീഷൻ്റെ ഭാഗമായി മറ്റൊരു മൊഡ്യൂൾ ഇൻവോക്ക് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒന്നിനെയാണ് സെലക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഡയമണ്ട് സിമ്പിളിനകത്ത് എന്ത് കണ്ടീഷനാണെന്ന് കാണിച്ചിരിക്കും. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് അടുത്തതായിട്ട് ഇൻവോക്ക് ചെയ്യേണ്ട മൊഡ്യൂളിനെ തീരുമാനിക്കുന്നത്. അവിടെ തീരുമാനം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ സെലക്ഷൻ എന്നുകൂടി പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ സെലക്ഷൻ വരുന്നില്ല. ഒരു സിമ്പിൾ കൂടിയുണ്ട്, റെപ്പറ്റീഷൻ എന്നൊരു സിമ്പിൾ കൂടി ഉപയോഗിക്കുന്നുണ്ട്. റെപ്പറ്റീഷൻ നിങ്ങൾക്ക് ജനറേറ്റ് പേറോളിൻ്റെ ഭാഗമായിട്ട് കാണാവുന്നതാണ്. അവിടെ ഒരു ഏരോ മാർക്ക് ജനറേറ്റ് പേറോളിൽ നിന്ന് തുടങ്ങി ജനറേറ്റ് പേറോളിൽ തന്നെ എത്തുന്ന ഒരു ഏരോ മാർക്ക് കാണാവുന്നതാണ്. അതിനർത്ഥം കുറേയധികം റെപ്പിറ്റേഷൻ അവിടെ വരുന്നുണ്ട്. ഒരു ലൂപ്പാണത്. അപ്പോൾ ആ ലൂപ്പ് ഒരു ഫ്ലോ പോലെ ആദ്യത്തെ ഗെറ്റ് പേറോൾ റെക്കോർഡ്, പിന്നെ കാൽക്കുലേറ്റ് നെറ്റ് പേ, പ്രിന്റ് ചെക്ക് അതെടുക്കുന്നു. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഗെറ്റ് പേറോൾ റെക്കോർഡ്, കാൽക്കുലേറ്റ് നെറ്റ് പേ, പ്രിന്റ് ചെക്ക്. ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ കുറേ പ്രാവശ്യം പോകുന്ന ഒന്നിനെയാണ് ലൂപ്പ് അല്ലെങ്കിൽ റെപ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതാണ് അവിടെ ഏരോ മാർക്ക് വഴി അവിടെ ഒരു മൊഡ്യൂളിൽ നിന്ന് തുടങ്ങി ഈ മൊഡ്യൂൾ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. ആ രീതിയിൽ കാണിക്കുന്ന ഒന്നിനെയാണ് റെപ്പറ്റീഷൻ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര സിമ്പിൾ കൊണ്ടാണ് ഒരു സ്ട്രക്ചേർഡ് ചാർട്ട് വർക്ക് ചെയ്യുന്നത്. റെക്ടാങ്കുലർ ബോക്സസ്, മോഡൽ ഇൻവൊക്കേഷൻ ആരോസ്, ഡാറ്റ ഫ്ലോ ആരോസ്, ലൈബ്രറി മൊഡ്യൂൾസ്, സെലക്ഷൻ, റെപ്പറ്റീഷൻ. സ്ട്രക്ചേർഡ് ചാർട്ടിൽ ഏറ്റവും മുകളിൽ വരുന്ന മൊഡ്യൂളിനെ റൂട്ട് എന്ന് പറയും. റൂട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ ജനറേറ്റ് പേറോൾ ആണ് റൂട്ട്. ആ ജനറേറ്റ് പേറോളിൽ നിന്നും
ഇൻവോക്ക് ചെയ്യുന്ന 3 മോഡ്യൂൾസ് ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഗെറ്റ് പേറോൾ റെക്കോർഡ്, കാൽക്കുലേറ്റ് നെറ്റ് പേ, പ്രിന്റ് ചെക്ക്. അപ്പോൾ ജനറേറ്റ് പേറോൾ എന്ന മൊഡ്യൂളിന് ഗെറ്റ് പേറോൾ റെക്കോർഡിനെ ഇൻവോക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ഗെറ്റ് പേറോൾ റെക്കോർഡിന് ഒരിക്കലും ജനറേറ്റ് പേറോളിനെ ഇൻവോക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുകളിലുള്ള മൊഡ്യൂളാണ് താഴെയുള്ള മൊഡ്യൂൾസിനെ ഇൻവോക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പല ഹയർ ലെവൽ, ലോവർ ലെവൽ മൊഡ്യൂൾസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മുകളിലുള്ള മൊഡ്യൂളിന് താഴെയുള്ള മൊഡ്യൂൾസിനെ ഇൻവോക്ക് ചെയ്യാൻ കഴിയും. വേണമെങ്കിൽ ഒരു മൊഡ്യൂളിനെ താഴെയുള്ള മൊഡ്യൂളിനെ മുകളിലുള്ള 2 മൊഡ്യൂളിന് വേണമെങ്കിൽ ഇൻവോക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ അങ്ങനെ ചെയ്താൽ അത് ഡിസൈൻ പ്രിൻസിപ്പിൾസിന് എതിരാകും. അതുകൊണ്ട് തന്നെ അത് പരമാവധി ഒഴിവാക്കണം. ആ രീതിയിൽ വേണം മൊഡ്യൂൾസിനെ ഡിസൈൻ ചെയ്യാൻ. ഒരു DFT സ്ട്രക്ചേർഡ് ചാർട്ട് ആക്കാനായിട്ട് പല ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ട്രാറ്റജി അല്ലെങ്കിൽ ടെക്നിക്കിനെയാണ് ട്രാൻസ്ഫോം അനാലിസിസ്, ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു DFT, ആ DFTയിൽ നിന്നും ഒന്നുകിൽ ട്രാൻസ്ഫോം അനാലിസിസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ലെവൽ DFTയിലോട്ട് പോകുന്നു. അപ്പോൾ ഈ 2 അനാലിസിസ് മെത്തേഡും എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയത്ത് നമുക്ക് തീരുമാനിക്കണം, ഒന്നുകിൽ നമ്മൾ ട്രാൻസ്ഫോം അനാലിസിസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്യുക. അതിനുവേണ്ടി DFT നമ്മൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. ഒരു DFTയിൽ വരുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും അതെല്ലാം ഒരേ രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോം അനാലിസിസ് ചെയ്യാവുന്നതാണ്. അതായത് ഇൻപുട്ട് ഡാറ്റ വരുന്നു, ആ വരുന്ന ഇൻപുട്ട് ഡാറ്റയെല്ലാം DFTക്കകത്ത് ഒരു ബബിളിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് വളരെ ചെറിയ പ്രോബ്ലംസ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫോം അനാലിസിസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഡാറ്റ ഫ്ലോ അത് ഒരേ രീതിയിലാണ് പോകുന്നത്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കുറേ ഡാറ്റ വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം ഒരേ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് DFTക്കകത്ത്. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ഒരെണ്ണമേ അവിടെ വരുന്നുള്ളൂ എങ്കിൽ നമുക്ക് ട്രാൻസ്ഫോം അനാലിസിസ് ചെയ്യാം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ DFTയിൽ, അങ്ങനെ വരുന്ന DFTയിൽ ഡാറ്റ പ്രോസസ് ചെയ്യുന്നത് വ്യത്യസ്തമായ രീതികളിലാണെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ ഡാറ്റയും ഇൻപുട്ടിൽ നിന്നും ഒരു ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ വഴി ഔട്ട്പുട്ടിലേക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിനും നമ്മൾ ചാർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലോവർ ലെവൽ DFT വരയ്ക്കേണ്ടി വരും. അപ്പോൾ അവിടെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ DFT പരിശോധിക്കുക, ഡാറ്റ ഇൻപുട്ട് ഒരേപോലെയാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോം അനാലിസിസ് ചെയ്യുക, അതല്ല വ്യത്യസ്തമായ രീതികളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ ടൈപ്പ് ട്രാൻസാക്ഷനും നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ മൊഡ്യൂൾസ് ആക്കി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെയാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക്
ഈ രണ്ട് മെത്തേഡും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ട്രാൻസ്ഫോം അനാലിസിസിൽ 3 ഭാഗങ്ങളുണ്ട്. ആദ്യം ഇൻപുട്ട്, രണ്ടാമത്തേത് ലോജിക്കൽ പ്രോസസ്സിംഗ്, മൂന്നാമത്തേത് ഔട്ട്പുട്ട്. ഒരു DFTയിൽ നിന്നും ഇൻപുട്ട് ഡാറ്റ എടുക്കുന്ന ഭാഗത്തെയാണ് ഇൻപുട്ട് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഫിസിക്കൽ ഫോമിലായിരിക്കും. അതായത് ഒരു ടൈപ്പ് റൈറ്റർ അല്ലെങ്കിൽ കീബോർഡിൽ നിന്നും ഒരു ക്യാരക്ടർ റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫയലിൽ നിന്നും ഒരു ഡാറ്റ റീഡ് ചെയ്യുന്നു. അപ്പോൾ ഫിസിക്കൽ ആവാം, ലോജിക്കൽ ആവാം. ഫിസിക്കൽ ആണെങ്കിൽ അത് യൂസർ ഇൻപുട്ട് കീബോർഡ് വഴി കൊടുക്കുന്നതായിരിക്കും. ടേബിളിൽ നിന്നും ലിസ്റ്റിൽ നിന്നും നമുക്ക് റീഡ് ചെയ്യുകയാണെങ്കിൽ അത് ഫയലിൽ നിന്നുമാണെങ്കിൽ അത് ലോജിക്കൽ ഫോമാണ്. അപ്പോൾ ഓരോ ഇൻപുട്ട് ഭാഗത്തെയും അഫറൻറ്റ് ബ്രാഞ്ച് എന്ന് പറയും. ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അഫറൻറ്റ് ഫ്ലോ. ഇൻപുട്ട് ഭാഗമാണ്, അതായത് 4.1 4.2 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് അഫറൻറ്റ് ഫ്ലോ ആണ്. രണ്ടാമത്തെ ഭാഗം പ്രോസസ്സിംഗ്, ലോജിക്കൽ പ്രോസസ്സിംഗ് ആണ്. സാധാരണ ലോജിക്കൽ പ്രോസസ്സിംഗ് ചിലപ്പോൾ ഇതിനെ സെൻട്രൽ ട്രാൻസ്ഫോം എന്നുകൂടി പറയാറുണ്ട്. മൂന്നാമത്തേത് ഔട്ട്പുട്ട് പോർഷനാണ്. അതിനെ എഫറൻറ്റ് ഫ്ലോ എന്ന് പറയും. അപ്പോൾ അഫറൻറ്റ് ഫ്ലോ, സെൻട്രൽ ട്രാൻസ്ഫോം, എഫറൻറ്റ് ഫ്ലോ എന്നിങ്ങനെയുള്ള ബ്രാഞ്ചസ് ആണ് ഇവിടെ ട്രാൻസ്ഫോം അനാലിസിസിനകത്ത് വരുന്നത്. അപ്പോൾ ഇതുപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് സ്ട്രക്ചേർഡ് ചാർട്ടിൽ ഓരോ കമ്പോണൻ്റായിട്ട് ഇതിനെ വരയ്ക്കുന്നത്. അതായത് ആദ്യത്തെ ഭാഗത്തെ അഫറൻറ്റ് ഫ്ലോ ഒരു കമ്പോണൻ്റായിട്ട് വരും, സെൻട്രൽ ട്രാൻസ്ഫോം വീണ്ടും അടുത്ത കമ്പോണൻ്റായിട്ട് വരും, എഫറൻറ്റ് ഫ്ലോ അടുത്തൊരു കമ്പോണൻ്റായിട്ട് വരും. അപ്പോൾ DFTയിൽ നിന്ന് തുടങ്ങി നമ്മൾ 3 ഭാഗങ്ങളാക്കി തിരിച്ചു: ഇൻപുട്ട്, ലോജിക്കൽ പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്. പിന്നീട് വേണ്ടിവരുന്ന ഒരു പ്രോസസ്സാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രക്ചേർഡ് ചാർട്ടിലെ ഇപ്പോൾ നിലവിലുള്ള ഫങ്ഷൻസിൽ നിന്നും സബ് ഫങ്ഷൻസ് കണ്ടെത്തുക, ലോവർ ലെവൽ ഫങ്ഷൻസ് കണ്ടെത്തുക, ലോവർ ലെവൽ കമ്പോണൻസ് കണ്ടെത്തുക. അതിനെയാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഒരു ഫങ്ഷണൽ കമ്പോണൻറ്റിൽ നിന്നും സബ് കമ്പോണൻസ് കണ്ടെത്തുന്ന രീതിയാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഫാക്ടറിംഗ് ചിലപ്പോൾ ഇൻപുട്ട് ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ പ്രോസസ്സ് ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ഭാഗത്തായിരിക്കാം. ഏത് മൊഡ്യൂളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫാക്ടറിംഗ് നടത്താൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് ആദ്യം 3 ഭാഗങ്ങളായിരുന്നു: ഇൻപുട്ട്, സെൻട്രൽ, ഔട്ട്പുട്ട്. ആ ഇൻപുട്ടിനെയാണ് പിന്നീട് 2 മൊഡ്യൂളാക്കി അവിടെ തിരിക്കുന്നത്. സെൻട്രൽ ട്രാൻസ്ഫോം വീണ്ടും ഫാക്ടറിംഗ് ചെയ്യുന്നില്ല. അതുപോലെ ഔട്ട്പുട്ടിൻ്റെ ഭാഗം അവിടെ 3 ഭാഗങ്ങളായിട്ട് ഫാക്ടറിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ 3 കമ്പോണൻസേ ഉണ്ടാവുള്ളൂ: ഇൻപുട്ട്, ലോജിക്കൽ, ഔട്ട്പുട്ട്. അതിനുശേഷം ഫാക്ടറിംഗ് വഴിയാണ് കൂടുതൽ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഇൻപുട്ട് 2 കമ്പോണൻസ് ആകുന്നു. ലോജിക്കൽ പ്രോസസ്സിംഗ് ഇവിടെ വേണ്ടി വരുന്നില്ല. എന്നാൽ കൂടുതൽ പ്രൊജക്റ്റുകളിൽ ഈ സെൻട്രൽ ട്രാൻസ്ഫോം ആണ് വീണ്ടും മൊഡ്യൂൾസ് ആയിട്ട്, സബ് ഫങ്ഷൻസ് ആയിട്ട്, സബ് കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുന്നത്. മൂന്നാമത്തത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് ഇവിടെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു, 3 കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫോം അനാലിസിസിൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആക്കുന്നതിനെയാണ് ഫാക്ടറിംഗ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാക്ടറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അന്തിമമായിട്ടുള്ള മൊഡ്യൂൾസായി മാറി എന്നാണ് അർത്ഥം. കാരണം ഒരു സിസ്റ്റത്തിലെ എല്ലാ കമ്പോണൻസും സബ് ഫങ്ഷൻസ് ആയി കഴിഞ്ഞു. അപ്പോൾ അന്തിമമായിട്ടുള്ള മൊഡ്യൂൾസാണ് അവിടെ ഫാക്ടറിംഗ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതാണ് സ്ട്രക്ചേർഡ് ചാർട്ടിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വരുന്നത്. ഇനി രണ്ടാമത്തെ രീതി നോക്കാം, ട്രാൻസാക്ഷൻ അനാലിസിസ്. ട്രാൻസാക്ഷൻ അനാലിസിസ് വേണ്ടി വരുന്നത് DFTക്കകത്ത് നിന്നും പല
ഡിഫറെൻറ്റ് പാത്സായി ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് പോകുന്ന രീതികൾ വരുമ്പോഴാണ്. അപ്പോൾ അതിനുവേണ്ടി DFT വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിനകത്ത് നിന്നും നമ്മൾ ഇൻപുട്ടിൽ നിന്നും പിന്നെ ഔട്ട്പുട്ടിലേക്ക് പോകുന്ന കുറേയധികം പാത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോ പാത്തിനെയുമാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പാത്തും ഉദ്ദേശിക്കുന്നത് ഒരു ഇൻപുട്ട് അത് ട്രാൻസ്ഫോം ചെയ്ത് വേറൊരു രീതിയിലുള്ള ഒരു ഡാറ്റയായി അത് വീണ്ടും വേറെ ട്രാൻസ്ഫോർമേഷൻ നടത്തി വേറെ ഒരു ഡാറ്റയായി പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് പാത്തുകളെയും നമ്മൾ ഓരോ ട്രാൻസാക്ഷനായിട്ട് എടുത്ത് അതിന് വിശദമായിട്ട് നമ്മൾ വരച്ച് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിനകത്ത് നമുക്ക് കാണാം ട്രാൻസാക്ഷൻ സെൻറ്റർ എന്നൊരു മൊഡ്യൂൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നും പല രീതിയിലാണ് ഡാറ്റ ട്രാൻസ്ഫോം ചെയ്യുന്നത്, പല രീതിയിലാണ് ഡാറ്റ ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മൊഡ്യൂൾ വഴി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നിനും വേണ്ടി സെപ്പറേറ്റ് മൊഡ്യൂൾസ് അവിടെ രൂപീകരിക്കേണ്ടതുണ്ട്. ഓരോ മൊഡ്യൂളും ചെയ്യുന്നത് ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫോർമേഷനാണ്. ഈ എക്സാമ്പിളിൽ ഇപ്പോൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1ൽ ഒരു രീതിയിലുള്ള ഡാറ്റ ചേഞ്ചാണ്, ടൈപ്പ് 2ൽ വേറൊരു രീതിയിലുള്ള ഡാറ്റ ചേഞ്ച്, അങ്ങനെ ടൈപ്പ് 3ൽ വേറെ രീതിയിലുള്ള ഡാറ്റ ചേഞ്ച്. ഇങ്ങനെ ഓരോ ബബിൾസുമാണ് ഇവിടെ ഓരോ മൊഡ്യൂളായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ DFT നോക്കുക, ആ DFTക്കകത്ത് ഓരോ മൊഡ്യൂളിനകത്തുള്ള ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ വളരെ വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്യേണ്ടതുണ്ട്. ഏതാണ്ട് കൂടുതൽ പ്രോബ്ലംസിനകത്തും വലിയ പ്രോബ്ലംസിനകത്തെല്ലാം നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്യേണ്ടി വരും. വളരെ ചെറിയ പ്രോബ്ലംസ് മാത്രമേ നമുക്ക് ട്രാൻസ്ഫോം അനാലിസിസ് വഴി തീർക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഒരു പ്രോബ്ലം ആകുമ്പോൾ, ഒരു സിസ്റ്റത്തിന് വലിയ പ്രോബ്ലം ആകുമ്പോൾ അതിനകത്ത് കുറേ രീതിയിലുള്ള ഡാറ്റ ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് കാണാൻ കഴിയും. അവിടെയെല്ലാം നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്യേണ്ടി വരും. ഫ്ലോ ചാർട്ടും സ്ട്രക്ചർ ചാർട്ടും തമ്മിൽ കുറേ സിമിലാരിറ്റീസും ഉണ്ട്, അതേസമയം ഡിഫറൻസസും ഉണ്ട്. ഫ്ലോ ചാർട്ട് സ്ട്രക്ചർ ചാർട്ടിനെ പോലെ തന്നെ ഫ്ലോ ഓഫ് കൺട്രോൾ കാണിക്കാൻ നമുക്ക് കഴിയും. സ്ട്രക്ചർ ചാർട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലോ ഓഫ് കൺട്രോൾ തന്നെയാണ്. ഒരു മൊഡ്യൂള് അടുത്ത മൊഡ്യൂളിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ളത് നമുക്ക് സ്ട്രക്ചേർഡ് ചാർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഫ്ലോ ചാർട്ടിലും ഇത് കഴിയുന്നുണ്ട്. എന്നാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഒന്ന്, സ്ട്രക്ചേർഡ് ചാർട്ടിൻ്റെ ഉദ്ദേശം ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലെ എല്ലാ മൊഡ്യൂൾസിനെയും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ്. എന്നാൽ ഫ്ലോ ചാർട്ടിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല. ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ ഡാറ്റ ഫ്ലോ സീക്വൻഷ്യലായി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഫ്ലോ ചാർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു മൊഡ്യൂളും മറ്റൊരു മൊഡ്യൂളും തമ്മിലുള്ള ഡാറ്റ ഇൻ്റർചേഞ്ച് അത് ഫ്ലോ ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. പകരം സ്ട്രക്ചേർഡ് ചാർട്ടിൽ ഒരു മൊഡ്യൂളിൽ എന്തൊക്കെ ഡാറ്റയാണ് പാസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്ട്രക്ചേർഡ് ചാർട്ടിൽ ഫ്ലോ ചാർട്ടിലെ പോലുള്ള സീക്വൻഷ്യൽ ഡാറ്റ ഫ്ലോ, ഒരു ടാസ്കിന് ശേഷം അടുത്ത ടാസ്ക്, അതിനുശേഷം അടുത്ത ടാസ്ക്, ഇങ്ങനെയുള്ള സീക്വൻഷ്യൽ ഫ്ലോ കാണിക്കാനായിട്ട് ഫ്ലോ ചാർട്ടാണ് നല്ലത്. സ്ട്രക്ചേർഡ് ചാർട്ടിൽ അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുറേ മൊഡ്യൂൾസ് അത് തമ്മിലുള്ള ഡാറ്റ ഫ്ലോ, അത് തമ്മിലുള്ള ഇൻവൊക്കേഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ് സ്ട്രക്ചേർഡ് ചാർട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഫ്ലോ ചാർട്ട് സീക്വൻഷ്യൽ ഫ്ലോ, കൺട്രോൾ ഫ്ലോ, ഇത് രണ്ടും നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ ചാർട്ട് ഉപയോഗിക്കുന്നത്. കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഈ പിക്ചർ നോക്കാം. ഇവിടെ മെയിൻ മൊഡ്യൂള്, റൂട്ട് ലെവൽ മൊഡ്യൂള് ജനറേറ്റ് പേറോളാണ്. പേറോള് ഇൻപുട്ടിന് വേണ്ടിയിട്ട് ഗെറ്റ് പേറോൾ റെക്കോർഡ് എന്നൊരു മൊഡ്യൂളിനെ ഇൻവോക്ക് ചെയ്യുന്നു. ആ ഗെറ്റ് പേറോൾ റെക്കോർഡ് റീഡ് പേറോൾ റെക്കോർഡ്, അതായത് പേറോളിന് ആവശ്യമായ
ഒരു കമ്പനിയിൽ പേറോളിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ പേറോളിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് റീഡ് ചെയ്യുന്ന പ്രോസസ്സാണ് റീഡ് പേറോൾ റെക്കോർഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. പേറോൾ റെക്കോർഡ് അത് റീഡ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് വരുന്നില്ല, ചെറിയ പ്രോസസ്സായിരിക്കും, അതുകൊണ്ടാണ് പിന്നീട് മൊഡ്യൂൾസ് ആയിട്ട് പോകാതിരുന്നത്. അപ്പോൾ ആ മൊത്തം പേറോൾ റെക്കോർഡ് റീഡ് ചെയ്യുന്നു, അത് ഗെറ്റ് പേറോൾ റെക്കോർഡിന് കിട്ടുന്നു. ഇനി ആ കിട്ടിയ റെക്കോർഡിനെ വാലിഡേഷൻ നടത്തേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വാലിഡേറ്റ് പേറോൾ റെക്കോർഡ് എന്നുള്ള ഒരു മൊഡ്യൂളിലൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വാലിഡേറ്റ് പേറോൾ റെക്കോർഡിലേക്ക് പാസ് ചെയ്യുന്നു. തിരിച്ച് അത് വാലിഡ് ആണെങ്കിൽ മാത്രം അത് ഗെറ്റ് പേറോൾ റെക്കോർഡിലേക്ക് തിരിച്ച് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ സ്ട്രക്ചേർഡ് ചാർട്ടിന് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട്. കാരണം വാലിഡേറ്റ് പേറോൾ റെക്കോർഡിനകത്ത് ചിലപ്പോൾ റോങ് ആയിരിക്കാം, കിട്ടിയ പേറോൾ റെക്കോർഡ് വാലിഡേറ്റ് അല്ലാതെ ആയിരിക്കാം. അപ്പോൾ അവിടെ എല്ലാം യൂസറിന് ഒരു മെസ്സേജ് എല്ലാം കൊടുക്കുന്നുണ്ട്, എന്നാൽ അതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നില്ല ഇവിടെ. അപ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയാത്തതായിട്ടുണ്ട് സ്ട്രക്ചേർഡ് ചാർട്ടിന്. അപ്പോൾ അതിനുശേഷം ഗെറ്റ് പേറോൾ റെക്കോർഡ് ഇതെടുക്കുന്നു, അല്ലെങ്കിൽ റെക്കോർഡ് എടുക്കുന്നു. അതിനുശേഷം ഗെറ്റ് പേറോൾ എന്നുള്ള മെയിൻ റെക്കോർഡിന് വാലിഡേറ്റ് ചെയ്ത ഡാറ്റ പാസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ആദ്യ ഭാഗത്തുള്ള ഗെറ്റ് പേറോൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത മൊഡ്യൂൾ കാൽക്കുലേറ്റ് നെറ്റ് പേ എന്നുള്ള മൊഡ്യൂളിനെ ഇൻവോക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഗെറ്റ് കിട്ടിയ എംപ്ലോയിയുടെ പേറോള് അവിടെ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് നെറ്റ് പേ എടുക്കുന്നു. അതിനുശേഷം എംപ്ലോയി ID, അവേഴ്സ് വർക്ക്ഡ്, ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ഗ്രോസ് പേയിലേക്ക് പാസ് ചെയ്യുന്നു. അതിനുശേഷം അയാളുടെ ഗ്രോസ് പേ കണ്ടുപിടിക്കുന്നു, അത് കാൽക്കുലേറ്റ് നെറ്റ് പേയിലേക്ക് പാസ് ചെയ്യുന്നു. അതിനുശേഷം അയാളുടെ ഡിഡക്ഷൻസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഗ്രോസ് പേയും എംപ്ലോയി IDയും കാൽക്കുലേറ്റ് ഡിഡക്ഷൻസിലേക്ക് പാസ് ചെയ്യുന്നു. അവിടെ വെച്ച് അയാളുടെ ടാക്സും SS കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ടാക്സിന് വേണ്ടിയിട്ട് ആദ്യത്തെ മൊഡ്യൂൾ അത് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം SS പിടിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി SS വേണ്ടിയിട്ട് അടുത്ത മൊഡ്യൂളിലേക്ക് വിടുന്നു. അപ്പോൾ അത് രണ്ടിനും ചെയ്ത് കഴിയുമ്പോൾ ഡിഡക്ഷൻസിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അത് കാൽക്കുലേറ്റ് നെറ്റ് പേയിലേക്ക് വരുന്നു. പിന്നെ ആ എംപ്ലോയിയുടെ റെക്കോർഡ് എംപ്ലോയി ID നോക്കി അയാളുടെ ഗ്രോസ് പേയും ടോട്ടൽ ഡിഡക്ഷൻസും അവിടെ ചേഞ്ച് ചെയ്യുന്നു. അയാളുടെ എംപ്ലോയിയുടെ ഗ്രോസ് പേയും ഡിഡക്ഷൻസും അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് നെറ്റ് പേയിൽ ചെയ്യുന്നത്. അതിനുശേഷം പ്രിൻ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്തൊരു മൊഡ്യൂളുണ്ട്, പ്രിൻ്റ് ചെക്ക് എന്നൊരു മൊഡ്യൂളുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ ഡാറ്റ മുഴുവൻ പ്രിൻ്റ് ചെക്കിലേക്ക് വിടുന്നു. അതിനുശേഷം അത് പ്രിൻ്റ് ചെയ്തതായി ഇവിടെ സൂചിപ്പിക്കുന്നു. ചെക്ക് പ്രിൻ്റഡ് മെസ്സേജ് ജനറേറ്റ് പേറോളിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ചെറിയൊരു സിസ്റ്റം സ്ട്രക്ചർ ഡിസൈൻ വഴി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ മൊഡ്യൂൾസാണ് നമുക്ക് സ്ട്രക്ചേർഡ് ചാർട്ടിലൂടെ കിട്ടുന്നത്. അപ്പോൾ ആദ്യം DFT വരച്ചു, അതിനുശേഷം സ്ട്രക്ചേർഡ് അനാലിസിസ് അവിടെ കഴിഞ്ഞ ശേഷമാണ് ഇത് സ്ട്രക്ചർ ഡിസൈനായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ മൊഡ്യൂൾസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് സിസ്റ്റത്തിലെ ഡിസൈൻ വഴി നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഡിസൈൻ ഫോം. പിന്നീട് ഇതാണ് അടുത്ത ലെവലിലേക്ക് പാസ് ചെയ്യുന്നത്. അടുത്ത ലെവലുകളിൽ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് ചെയ്യുന്നത്. ഡിസൈൻ്റെ അവസാനത്തെ ഭാഗമാണ് ഡീറ്റെയിൽ ഡിസൈൻ എന്ന് അറിയപ്പെടുന്നത്. ഡീറ്റെയിൽ ഡിസൈനകത്ത് നേരത്തെ ചെയ്ത സ്ട്രക്ചേർഡ് ചാർട്ടിനെ ഒന്നും കൂടി നമ്മൾ പ്രോഗ്രാമിംഗ് ലെവൽ ലാംഗ്വേജിന് അടുത്തോട്ട് എത്തിക്കുക എന്നൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി തന്നെ പല മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്, പല ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും ഉപയോഗപ്രദമായ രണ്ടെണ്ണമാണ് സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ്, പിന്നെ സ്യൂഡോ കോഡ് ഡിസ്ക്രിപ്ഷൻ
ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MSPEC മൊഡ്യൂൾ സ്പെസിഫിക്കേഷൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നേരത്തെ സ്ട്രക്ചേർഡ് ചാർട്ടിൽ കിട്ടിയ ഓരോ മൊഡ്യൂളും എടുത്ത് അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് സ്ട്രക്ചേർഡ് ഇംഗ്ലീഷിലും സ്യൂഡോകോഡിലും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ട മൊഡ്യൂൾസ് കണ്ടു. ആ മൊഡ്യൂൾസിനകത്ത് കുറേയധികം പ്രോസസ്സിംഗ് നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതിനെ ഓരോന്നിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് സ്ട്രക്ചേർഡ് ഇംഗ്ലീഷിൽ ആക്കുകയാണ് ഒരു രീതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്, ഒരു സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു മൊഡ്യൂളാണ്. ആ മൊഡ്യൂളിനകത്ത് നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു രൂപം, അതാണ് സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ് കൊണ്ട് ഉപയോഗിക്കുന്നത്. സാധാരണ ഇംഗ്ലീഷ് അല്ല, അതിനെ പ്രോഗ്രാമിംഗ് ലെവലിൽ ഉപയോഗിക്കാവുന്ന ഒരു ഇംഗ്ലീഷാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് ലോജിക്കലി നമുക്ക് പ്രോഗ്രാമറെ സംബന്ധിച്ച് നല്ലത്. കാരണം ഇംഗ്ലീഷിൽ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കതിനെ പ്രോഗ്രാം ആക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ തന്നെ മറ്റൊരു രൂപം ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു ലോജിക്കൽ തിങ്കിങ്, പ്രോഗ്രാം ലെവൽ തിങ്കിങ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ് ആക്കി എഴുതുന്നത്. ഇവിടെ ലാംഗ്വേജ് ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ഇത് നമുക്ക് ഏത് ലാംഗ്വേജിലേക്കും വളരെ എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ C ആയാലും C++ ആയാലും ജാവ ആയാലും നമുക്ക് സ്യൂഡോകോഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അതിനെ മാറ്റാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ലെവലായിട്ട് നമുക്ക് സ്ട്രക്ചേർഡ് ഇംഗ്ലീഷിനെയും സ്യൂഡോകോഡിനെയും കാണാവുന്നതാണ്. ഇവിടെ സ്ട്രക്ചേർഡ് ഇംഗ്ലീഷിൽ നിന്ന് മാറി അത് മറ്റൊരു രൂപത്തിലായി. പക്ഷെ അവിടെ റീഡ് ഉപയോഗിക്കുന്നുണ്ട്, ഇഫ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ പ്രോഗ്രാമിങ്ങിന് ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, എൻഡിങ് ഉണ്ട്. അപ്പോൾ ഒരു മൊഡ്യൂൾ എടുക്കുന്നു, നമ്മൾ ഈ ഒരു സ്ട്രക്ചേർഡ് ഇംഗ്ലീഷിൻ്റെ ഭാഗത്തിലേക്ക് ആക്കുന്നു. അപ്പോൾ ആ സ്ട്രക്ചേർഡ് ഇംഗ്ലീഷിൻ്റെ ആ സ്റ്റെപ്പ് കഴിയുന്നു. അതിനുശേഷം അടുത്ത ലെവലിലോട്ട് പോകുന്നു, സ്യൂഡോകോഡിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമെങ്കിൽ നോക്കാം, പക്ഷേ അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ ഓരോ വരിയും എടുക്കുന്നു, അതിനെ വളരെ അടുത്ത ഒരു കമാൻഡാക്കി അവിടെ മാറ്റുന്നു. കാരണം റീഡ് ഇൻ എ നമ്പർ എന്നുള്ളത് ഇംഗ്ലീഷാണ്, അതിനെ റീഡ് എ എന്ന് പറയുമ്പോൾ അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് തൊട്ടടുത്തായി കഴിഞ്ഞു. ഇനി പ്രോഗ്രാമർക്ക് എളുപ്പമാണ് അത് നോക്കി. ഇപ്പോൾ C ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതും, നിങ്ങൾ വേറെ ഒരു ലാംഗ്വേജ് ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ലെവലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതും. അങ്ങനെ വളരെ തൊട്ടടുത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കോഡ് എഴുതാൻ കഴിയും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡിംഗ് രീതിയാണ് സ്യൂഡോകോഡ്. അവിടെയും റീഡ് ഉണ്ട്, ഇഫ് ഉണ്ട്, ദെൻ ഉണ്ട്, എൽസ് ഇഫ് ഉണ്ട്, അതുപോലെ എൻഡ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് ഉണ്ട്, എൻഡിങ് ഉണ്ട്. അതുവഴി നമ്മൾ സ്യൂഡോകോഡിനെ വഴി ഒരു പ്രോഗ്രാമിങ്ങിനെ വളരെ എളുപ്പത്തിൽ കോഡ് ചെയ്ത് എടുക്കാവുന്ന രീതിയിൽ അവിടെ ആക്കുന്നു. അതിനെയാണ് സ്യൂഡോകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് ഡിസൈനകത്തുള്ളത്. ഡിസൈനിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഈ കണ്ട സ്ട്രക്ചേർഡ് ഇംഗ്ലീഷും സ്യൂഡോകോഡും. ഇതോടുകൂടി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ സോഫ്റ്റ്വെയർ ഡിസൈൻ എന്നുള്ള ആ ഫേസ് ഇവിടെ തീരുന്നു. ഇനി അടുത്ത ലെവലാണ്, അടുത്ത ഫേസാണ് കോഡിംഗ് ആണ്.